എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച പിതാവിനെതിരെ കള്ളക്കേസ് ചുമത്താൻ ശ്രമം നടക്കുന്നുവെന്ന പരാതി കേരളീയ സമൂഹത്തിൽ വലിയ ഞെട്ടലും ആശങ്കയുമാണ് ഉണർത്തിയിരിക്കുന്നത്. നീതിക്കായി പോരാടുന്ന ഒരു പൗരനെ അതിജീവിതയായ മകളുടെ കേസ് ദുർബലപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രതികാര ബുദ്ധിയോടെ വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം നിയമവ്യവസ്ഥയുടെ സുതാര്യതയും പോലീസിന്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തെയും ചോദ്യം ചെയ്യുന്നു. പോക്സോ നിയമത്തിന്റെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത രാഷ്ട്രീയ നിയമ നീക്കമായാണ് ഈ സംഭവ വികാസങ്ങളെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ കഴിഞ്ഞ ഒക്ടോബർ 25-നാണ് സംഭവം നടന്നത്. ഇളയ സഹോദരിക്കൊപ്പം സൈക്കിൾ ചവിട്ടാനിറങ്ങിയ 9 വയസ്സുകാരിക്ക് നേരെ 17-കാരനായ പ്രതി നടു റോട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നടുറോട്ടിൽ നടന്ന ഈ അതിക്രമം. അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശക്തമായ തെളിവുകൾ നിലവിലുണ്ടായിരുന്നു. അക്രമം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ കുട്ടിയുടെ പിതാവ് ധൈര്യപൂർവ്വം പിന്തുടർന്ന് പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രതിക്കെതിരെ പോക്സോ കേസ് ചുമത്തപ്പെടുകയും ചെയ്തു. പ്രതിയെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരു പിതാവ് നടത്തിയ ധീരമായ പോരാട്ടമായിരുന്നു ഇത്. എന്നാൽ പോക്സോ കേസിൽ അറസ്റ്റിലായ 17-കാരൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിക്കുകയും തുടർന്ന് നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു. ഇവിടെ നിന്നാണ് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകൾക്ക് തുടക്കമിടുന്നത്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക CPM നേതാക്കളടക്കം പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സമീപിച്ചുവെന്ന ആരോപണം ഈ വിഷയത്തിന് രാഷ്ട്രീയ മാനം നൽകുന്നു. പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം ലൈംഗിക അതിക്രമം പോലുള്ള അതീവ ഗൗരവമുള്ള ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത് പാർട്ടി സംവിധാനങ്ങൾ എങ്ങനെ ക്രിമിനൽ കേസുകളിൽ ഇടപെടുന്നു എന്നതിന്റെ ഗുരുതരമായ ഉദാഹരണമാണ്. മാതാപിതാക്കൾ ഈ സമ്മർദ്ദത്തിന് വഴങ്ങാതിരുന്നത് പ്രതിയെ രക്ഷിക്കാനുള്ള തൽപര കക്ഷികളുടെ നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാക്കി. ഒത്തുതീർപ്പിന് വഴങ്ങാതിരുന്നതാണ് പ്രതിയെ പിടികൂടി പിതാവിനെതിരെ കള്ളക്കേസ് നൽകി പ്രതികാര നടപടി സ്വീകരിക്കാൻ പ്രതിഭാഗത്തിന് പ്രേരണയായതെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ 17-കാരൻ പെൺകുട്ടിയുടെ പിതാവ് തന്നെ മർദ്ദിച്ചുവെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചതാണ് വിവാദങ്ങൾക്ക് ആധാരം. ഈ വിഷയത്തിൽ കടവന്ത്ര പോലീസിന്റെ നടപടികളാണ് ഏറ്റവും കൂടുതൽ സംശയമുയർത്തുന്നത്. പോക്സോ കേസിൽ പ്രതിയായ ഒരാൾ നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നിട്ടും കടവന്ത്ര പോലീസ് ഈ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി പെൺകുട്ടിയുടെ പിതാവിനെതിരെ കേസെടുത്തു. ലൈംഗിക അതിക്രമത്തിനിരയായ കുട്ടിയുടെ പിതാവ് പ്രതിയെ പിടികൂടിയതിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുന്ന കേസിൽ പ്രതിയായത് നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ സ്വയം രക്ഷയ്ക്കായി പ്രതികരിക്കുന്നതിനെ പോലും കേസാക്കി മാറ്റാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട്. പ്രതിയെ പിടികൂടുന്നതിനിടെ നേരിയ ബലപ്രയോഗം നടന്നിരിക്കാമെങ്കിലും അതിനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതിലൂടെ പോക്സോ കേസ് ദുർബലപ്പെടുത്തുക എന്ന വ്യക്തമായ ലക്ഷ്യം പ്രതിഭാഗം ലക്ഷ്യമിടുന്നു. 17-കാരനായ പ്രതിയുടെ പരാതിയിലാണ് കേസ് എടുക്കേണ്ടി വന്നതെന്നാണ് കടവന്ത്ര പോലീസ് നൽകുന്ന വിശദീകരണം. കേസ് എടുത്തതല്ലാതെ കുട്ടിയുടെ പിതാവിനെതിരെ തുടർ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും പോലീസ് ന്യായീകരിക്കുന്നു. എന്നാൽ കേസെടുത്ത വിവരം പോലും മറച്ചുവെച്ച പോലീസിന്റെ നടപടിയിൽ കുടുംബം ദുരൂഹത ആരോപിക്കുന്നുണ്ട്. കേസെടുക്കുക എന്ന പ്രാരംഭ നടപടി പോലും പ്രതിഭാഗത്തിന്റെ പോക്സോ കേസിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ സഹായകമാകും. പോക്സോ കേസ് ദുർബലപ്പെടുത്തി പ്രതിക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനും പിതാവിനെ പ്രതികാര നടപടികൾ വഴി മാനസികമായി തളർത്താനുമുള്ള ആസൂത്രിത നീക്കമാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ അതിജീവിതർക്കും അവരുടെ കുടുംബങ്ങൾക്കും നിയമപരമായി സംരക്ഷണം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പോക്സോ നിയമം. എന്നാൽ ഈ കേസിൽ നടന്ന സംഭവ വികാസങ്ങൾ നിയമത്തിന്റെ അന്തസ്സത്തെ തകർക്കുന്നതാണ്. പോക്സോ കേസിൽ നീതി തേടുന്ന കുടുംബം പ്രതിയുടെ പരാതിയുടെ പേരിൽ വേട്ടയാടപ്പെടുന്നത് നിയമവ്യവസ്ഥയിലുള്ള സാധാരണക്കാരുടെ വിശ്വസ്തതയ്ക്ക് കോട്ടം വരുത്തും. പോക്സോ നിയമം അനുസരിച്ച് പോലീസ് അതിജീവിതയുടെയും കുടുംബത്തിന്റെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഈ കേസിൽ പ്രതിയുടെ പരാതിക്ക് അമിത പ്രാധാന്യം നൽകി അതിജീവിതയുടെ പിതാവിനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നത് പോലീസിന്റെ പക്ഷാപാതപരമായ നിലപാട് സംശയിക്കാൻ ഇട നൽകുന്നു. മകളെ അതിക്രമിച്ച സംഭവത്തിൽ തങ്ങൾക്ക് നീതി കിട്ടണം, നീതിയില്ലാതെ ജീവിച്ചിട്ട് കാര്യം എന്താണ് എന്ന കുട്ടിയുടെ അമ്മയുടെ വികാരഭരിതമായ പ്രതികരണം നീതിക്കായുള്ള പോരാട്ടത്തിൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. പോലീസിന്റെ നടപടികളിൽ ദുരൂഹതയും പക്ഷാപാതവും ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതിയിൽ ശക്തമായ അന്വേഷണം നടക്കുകയും കേസെടുത്തതിലെ ദുരൂഹത നീക്കുകയും പിതാവിനെതിരായ കേസ് റദ്ദാക്കുകയും ചെയ്യേണ്ടത് നീതിയുടെ പുനഃസ്ഥാപനത്തിനും അനിവാര്യമാണ്. പോക്സോ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവും പോലീസിലെ ചില ഉദ്യോഗസ്ഥരും ഒത്തുകളിക്കുന്നു എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുമ്പോൾ ഈ കേസിന്റെ തുടർ നടപടികൾ നിരീക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. നിയമത്തെ ദുരുപയോഗം ചെയ്ത അതിജീവിതയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം. 9 വയസ്സുകാരിയുടെ പിതാവിന് നീതി ലഭിക്കുകയും ലൈംഗിക അതിക്രമത്തിനിരയായ ആ കുഞ്ഞിന് നിർഭയമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് കേരള സമൂഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്.